മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഓസ്ട്രേലിയയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ ഇതിനോടകം ആ ഒരു വാർത്തയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. ഓസ്ട്രേലിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ, സകലരും തിരിച്ചറിയണം, ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 2 നഴ്സുമാര് രംഗത്തെത്തിയിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ജൂതരായിട്ടുള്ള ആളുകളെ കൊല ചെയ്യാറുണ്ട് എന്ന്. ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസർ, ആ ഒരു ഇൻഫ്ലുവൻസർ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ 2 നഴ്സുമാരുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചാറ്റ് നടക്കുന്നതിന് ഇടയിലാണ് ഈ 2 നഴ്സുമാര് പരസ്യമായിട്ട് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള, ഇസ്രായേലി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വ്യക്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഈ ഓസ്ട്രേലിയയിലെ ഈ 2 നഴ്സുമാര് വിളിച്ചു പറയുകയാണോ, നിങ്ങൾ ഇസ്രായേലിയാണോ, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ സമയത്ത് എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നത്, എന്തിനാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ഈ 2 നഴ്സുമാര്. ഈ 2 നഴ്സുമാര്, ഒരാളുടെ പേര് അഹമ്മദ് റഷാദ് നാദിർ എന്നും രണ്ടാമത്തെ വ്യക്തിയുടെ പേര് സാറ അബു ലബ്ദ് എന്നുമാണ്. ഈ 2 പേരും, അതിൽ ആ സ്ത്രീയാണ് എടുത്തു പറയുന്നത്, പലസ്തീന്, ഈ ഇസ്രായേല് അധിനിവേശം ചെയ്തതാണ്, അത് പലസ്തീൻ മണ്ണാണ്, അതുകൊണ്ട് തന്നെ താങ്കൾ കൊല്ലപ്പെടും. ആ സമയത്ത് ഈ ഇൻഫ്ലുവൻസർ എടുത്തു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓസ്ട്രേലിയയിലല്ലേ, അവിടെ ജൂതന്മാരുണ്ടല്ലോ, അവര് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സിക്കാറില്ലേ എന്ന്. അതിനുള്ള ഉത്തരം ഈ 2 നഴ്സുമാര് പറഞ്ഞ സമയത്ത് ലോകം തന്നെ ഞെട്ടി എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം. അവര് യാതൊരു ഉളുപ്പുമില്ലാതെ 2 നെറികെട്ടവന്മാര് കൂടിയിട്ട്, 2 നെറികെട്ടവരും കൂടിയിട്ട് വിളിച്ചു പറയുകയാണ്, ഇവിടെ ചികിത്സിക്കാൻ വരുന്ന ജൂതന്മാരെ ഞങ്ങള് നരകത്തിലേക്ക് അയക്കാറുണ്ട്. ഇനി ഏത് ജൂതൻ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ നരകത്തിലേക്ക് അയക്കുമെന്നും ഈ 2 പേരും വിളിച്ചു പറഞ്ഞതാ. ഇവരൊക്കെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള ആളുകളാ. അതിലാ യുവാവ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന തൊട്ടി രാജ്യത്ത് നിന്ന് കുടിയേറി വന്നതാ. അത്തരത്തിലുള്ള ഒരു തൊട്ടി രാജ്യത്ത് നിന്ന് ഒരു സുന്ദരമായ രാജ്യത്തേക്ക് എത്തിയിട്ടും തന്റെ മനസ്സിലുള്ള ആ നെറികേട് ഓസ്ട്രേലിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത പോലും കൊടുക്കാൻ മടിക്കുന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഈ ഗാസ അനുകൂല, പലസ്തീൻ അനുകൂല ആളുകൾക്കൊക്കെ തന്നെ ഏറെക്കുറെ ജൂതന്മാരെ കൊല്ലണമെന്നുള്ളത് പരസ്യമായിട്ട് പറയാറുണ്ട്. എന്നൊക്കെ ഫോൺ വിളിക്കുന്ന ആളുകൾ പോലും ജൂതന്മാരെ തീർക്കണമെന്നുള്ള നിലപാടുള്ള ആളുകളുണ്ട്. നിങ്ങളൊക്കെ തന്നെ ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളില് ഗാസ അനുകൂല നിലപാടെടുക്കുന്നവർ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയില്ലേ, സാഹചര്യമില്ലേ? ബോധത്തോട് കൂടിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകം മൊത്തം പലസ്തീന് മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകള് അപകടകാരികളാണ് എന്നുള്ളത് ഇത്തരം വീഡിയോകളിലൂടെ, ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ, ഈ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന വാർത്തകളിലൂടെ നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ തിരിച്ചറിയണം. നമ്മളൊക്കെ എന്ത് ധൈര്യത്തിലാണ് പലസ്തീൻ അനുകൂല, ഗാസയിലെ മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകളുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ നാട്ടിൽ പോലും പോവുക? ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്യണ്ടേ? ഇത് ഗൗരവമുള്ളൊരു വിഷയമല്ലേ? നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണ്ടേ? ഇനി ഓസ്ട്രേലിയയിലൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നില്ലാതെ ഈ വിഷയത്തിനെതിരെ ഓസ്ട്രേലിയ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള ഇത്തരം ഗാസ അനുകൂല, പലസ്തീൻ അനുകൂല സ്ത്രീകളായിട്ടുള്ള ആളുകളെ കൂട്ടത്തോടെ ഇനി പുറത്താക്കാൻ പോവുക. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇവിടെ കുറെ എരപ്പന്മാര് രംഗത്തെത്തിയിട്ട് പറയും, ഓ ഇസ്ലാമോഫോബിയ, ഇസ്ലാമോഫോബിയ എന്ന്. എന്ത് നെറികേട് ചെയ്താലും അതിനെ വെളുപ്പിക്കാനുള്ളൊരു വേടായത്. ഇത് കൃത്യമായിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവരൊരു മതം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന നെറികേടുകള്,
ആ നെറികേടുകളെ ബോധമുള്ള ആരും അംഗീകരിക്കില്ല. ഇനി ഓസ്ട്രേലിയയിൽ സംഭവിക്കാൻ പോകുന്നത് സകല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അവിടുന്ന് കൂട്ടത്തോടെ പുറത്താക്കുന്ന ഒരു സംവിധാനം വരാൻ പോവാ. ഓസ്ട്രേലിയയിൽ കൃത്യമായിട്ട് അതിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അത് ഇസ്ലാമോഫോബിയ എന്ന് പറയാൻ പറ്റുമോ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആളുകൾ ഹമാസിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു, ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഒക്കെ പോട്ടെ, ഒരുപാട് ഇവിടെ നിരന്തരം ഗാസക്ക് മനുഷ്യത്വം പറയുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി. ഈ നഴ്സുമാർക്കെതിരെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടോ എന്ന് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി. ഒന്നിൽ പോലും ഈ നഴ്സുമാർക്കെതിരെ ഒരു പോസ്റ്റ് പോലും വന്നില്ല. അത്തരം നിലപാടെടുത്ത് തീവ്ര ചിന്താഗതിക്കാർ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്കും ഇത് കൃത്യമായിട്ട് തന്നെ ബാധിക്കും. ഈ കുടിയേറി വന്നിട്ടുള്ള ആളുകളെ കൊണ്ട് ഓസ്ട്രേലിയ മാത്രമൊന്നല്ല, ഒരുപാട് രാജ്യങ്ങൾ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. ഇനി ഓസ്ട്രേലിയക്ക് അവിടെ പഠിക്കാൻ പോലും മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ വരാൻ പോവാ. നിലവിൽ തന്നെ ഇസ്രായേലിലേക്ക് സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിന് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത്തരത്തിലേക്ക് സാഹചര്യം ഇവിടുത്തെ തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് എത്തിച്ചു കഴിഞ്ഞു. സാധാരണ മുസ്ലിങ്ങൾ ഇതിൽ എന്തു ഉപയോഗിച്ചു? ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായ ജിഹാദികളായിട്ടുള്ള പലസ്തീൻ അനുകൂല, ഗാസ അനുകൂല ആളുകളെ കൊണ്ട് സാധാരണ മുസ്ലിങ്ങൾ പോലും പെട്ടിരിക്കുകയാണ് എന്നുള്ളതാ യാഥാർത്ഥ്യം. സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിഞ്ഞോളൂ, ഈ അമിത ഗാസ സ്നേഹവും പലസ്തീൻ സ്നേഹവും കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും പ്രധാനപ്പെട്ട ഒരു കമ്പനിയിൽ ജോലിക്ക് പോലും എടുക്കാത്തൊരു സാഹചര്യത്തിലേക്കാ ലോകം മുന്നോട്ട് പോകുന്നത്. ഇതിലൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് പൊതുസമൂഹത്തിന് ഒപ്പം നിന്നുകൊണ്ട് ഇതിനൊക്കെ എതിർക്കണം, ഹമാസിനെ എതിർക്കണം. പലസ്തീന് മാത്രം പോരാ, സ്വാതന്ത്ര്യവും മനുഷ്യത്വവും സകലതും ഇസ്രായേലിനും പലസ്തീനെയും ഒരുപോലെ സ്വാതന്ത്ര്യവും മനുഷ്യത്വമൊക്കെ പറയാൻ സാധിക്കണം. എന്നിരുന്നാലേ ഇനി ലോകത്ത് മറ്റൊരു സാഹചര്യം ഉണ്ടാവൂ. അല്ലെങ്കിൽ ഈ തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികളാല് സകല സാധാരണ മുസ്ലിങ്ങൾ കൂടി അനുഭവിക്കാൻ പോവാ. അതൊക്കെയാണ് ലോകത്തിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ ഇതും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ ആരും ചാടി വീഴണ്ട. ഒരു ഉളുപ്പുമില്ലാതെയാണ്, അങ്ങേറ്റത്തെ നെറികേടാണ് ഓസ്ട്രേലിയയിലെ ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് 2 മുസ്ലിങ്ങളായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് ഞങ്ങൾ അവരെ അങ്ങ് തീർക്കുമെന്ന് പറഞ്ഞത്. ഇനി എനിക്ക് ഭയമുണ്ട്, ഹമാസ് അനുകൂല, ഗാസ അനുകൂല ആളുകളുള്ള ഒരു ഹോസ്പിറ്റലില് നമ്മുടെ നാട്ടിൽ പോലും പോകാന് അത്തരത്തിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയല്ലേ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത്.